ക്രിസ്തുരാജ ചരിതം. സ്ക്രിപ്റ്റ് written and directed by Raju Tottingal. തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ യഹോവയായ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആവുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ ഇടണം. ഞങ്ങൾക്ക് പാർക്കാൻ ഒരു ഇടം ലഭിക്കുമോ? ഹേയ്, ഇല്ല, ഒരു മുറി പോലും ഒഴിവില്ല. ദയവുണ്ടാകണം. ഞങ്ങൾ ഇവിടെയെല്ലാം അന്വേഷിച്ചു, എങ്ങും സൗകര്യമില്ല. എൻ്റെ ഭാര്യ പ്രസവകാലം അടുത്ത ഗർഭിണിയാകുന്നു. എന്തു ചെയ്യാം, ജനക്കൂട്ടം വളരെയാകുന്നു. അങ്ങനെ പറയരുതേ. ഞങ്ങൾ വല്ലാത്ത ഒരു സ്ഥിതിയിലാണ്. രാത്രിയുമായി ഇരുട്ടി തുടങ്ങി. എവിടെയെങ്കിലും ദാ അപ്പുറത്തായി ഒരു ഗോശാലയുണ്ട്, അവിടെ സൗകര്യം വല്ലതും ഉണ്ടോ എന്ന് നോക്ക്.
ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, അങ്ങേ പ്രസാദം ലഭിച്ചവർക്ക് ഭൂമിയിൽ സമാധാനം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം പോയി കാണണം. രക്ഷകനെ കണ്ട ശേഷം വന്ന വഴിയായി മടങ്ങിപ്പോകരുത്. രാജാവ് പൈതലിനെ നശിപ്പിക്കാൻ ആലോചിക്കുന്നു. ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്താണ് ആരോ? നസ്രായനായ യേശു വരുന്നതാ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. അവനെ വിളിപ്പിൻ. ധൈര്യപ്പെടുക, എഴുന്നേക്ക്, നിന്നെ യേശു വിളിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. മനസ്സുണ്ട്, ശുദ്ധമാകുക. നോക്ക്, ആരോടും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ കാണിച്ചിട്ട് ശുദ്ധീകരണത്തിന് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചത് വഴിപാടായി അർപ്പിക്കാം. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു. അവളെ പറഞ്ഞയക്കണമേ. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. കർത്താവേ, എന്നെ സഹായിക്കണമേ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. റബീ, വന്ദനം. സ്നേഹിത, നീ വന്ന കാര്യമെന്ത്? ഇവൻ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു. കൂടാതെ ഇവൻ വലിയ കലഹം ഉണ്ടാക്കുകയും ഇവൻ ദൈവപുത്രനായ യേശുവാണെന്ന് പറഞ്ഞ് ജനത്തെ ഇളക്കുകയും ചെയ്യുന്നു. ഇത് സത്യമോ? ഞാനാകുന്നു ഇനി ദൈവപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് എന്താവശ്യം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ മരണയോഗ്യൻ. നീ യഹൂദരുടെ രാജാവോ? ഞാനാകുന്നു. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഉത്സവ സമയത്ത് നിങ്ങൾ ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ വിട്ടയക്കാറുണ്ടല്ലോ. ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന ഇവനെയോ? എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു? അവരെ ക്രൂശിക്കണം. അവൻ ചെയ്ത കുറ്റമെന്ത്? അവരെ ക്രൂശിക്കാം. അവരെ ക്രൂശിക്കാം. അവരെ ക്രൂശിക്കാം. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല.
ഇവൻ സത്യമായിട്ടും ദൈവപുത്രനാവുന്നു. ക്രിസ്തുരാജ ചരിതം ഷാഡോ പ്ലേ പൂർണ്ണമാകുന്നു. സ്ക്രിപ്റ്റ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാജു തോട്ടുങ്കൽ. സ്റ്റുഡിയോ നിഖിൽ. ഫ്രെയിംസ് ആൻഡ് വേവ്സ്. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: പുൽക്കൂട് ബെന്നി ആൻഡ്രൂസ്, മാത്യു കോരുള. ആട്ടിടയൻ ജോർജ് മാത്യു, അജീഷ് എബ്രഹാം, ബാബു ടി സി. വിദ്വാൻമാർ: സോണി കെ തോമസ്, ബെന്നി ആൻഡ്രൂസ്, ബിബിൻ ബാബു.